ഇനി നമ്മൾക്ക് അല്പസമയം നിങ്ങളുടെ വചന പ്രഘോഷണമാണ്. ഇന്ന് കേട്ട കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം കേട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ, നിങ്ങളിപ്പോൾ ഗ്രൂപ്പിൽ കിട്ടിയ ബോധ്യങ്ങൾ, നിങ്ങൾ എന്തിനു വേണ്ടിയാ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകിയത്, കൊച്ചു ത്രേസ്യ നിങ്ങളെങ്ങനെ, കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനാ ശൈലി എന്ത് പറയണു? വരുവിൻ, പ്ലീസ് കം. ജ്ഞാനത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്തെങ്കിലും ധ്യാനിച്ചിട്ടുണ്ടെന്നുണ്ടോ? ഇല്ലേ? ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വിശദമായിട്ട് ജ്ഞാനത്തിനൊരു ക്ലാസ് കൊടുക്കാൻ ചാൻസ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഭാഗ്യപ്പെട്ടവരാണ്. വായോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 3 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ധ്യാനം ഭയങ്കര ഒരു 3 പേർക്കും വളരെ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് 3 പേരും അത് ഷെയർ ചെയ്തത്. കാരണം ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിലും ഏകദേശം എല്ലാം തന്നെ ഒരേ ഒരു പാറ്റേണിലായിരുന്നു ഇത്രയും നാളും ധ്യാനം. ഈ ധ്യാനത്തിൽ കടന്നു വന്നതിന് ശേഷം വളരെ ഒരു വെറൈറ്റി ധ്യാനം പോലെ, അതായത് പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചർച്ച, കൗൺസിലിങ്, അതുപോലെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒത്തിരി ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ആദ്യമായിട്ടാണ്, ഇത്രയും നാളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം മരിക്കാൻ അതായത് തീരെ രോഗമായിട്ട് കിടക്കുന്നവർ എത്രയും വേഗം മരിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു ചിന്ത ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അത്. കാരണം ഇങ്ങനെ വെന്റിലേറ്ററിലൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ല ഇടാനൊക്കെ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല. ഞങ്ങൾ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു സിസ്റ്റർ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ആരെങ്കിലും വെന്റിലേറ്ററിലൊക്കെ ഇടാൻ പോവുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ പറയുമെന്ന് പറഞ്ഞു, എന്തിനാ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ദൈവം കൊടുക്കാത്ത ഒരു ജീവൻ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് എന്തിനാ ഇങ്ങനെ ജീവൻ നിലനിർത്തുന്നതൊക്കെ സിസ്റ്റർ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു പറഞ്ഞു. അതുപോലെ ഈ വീട്ടുകാരുടെ കാര്യങ്ങളാണേലും ഇപ്പം മഠത്തിലിരുന്നുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് ഞങ്ങളുടെ ഇങ്ങനെ അനുഭവത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് ആദ്യം ഒരു വിഷമമൊക്കെ തോന്നിയെങ്കിലും അതിൽ നിന്നും പൂർണ്ണമായും പിന്മാറണമെന്നുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് ഈ ധ്യാനത്തിലൂടെ സാധിച്ചു. അങ്ങനെ ഒത്തിരി ഉൾക്കാഴ്ചകൾ ലഭിച്ചു. എല്ലാം ഇനിയും പലർക്കും പറയാനുള്ളത് കൊണ്ട് ഇവിടെ നിർത്തുക.